അയ്യോ വണക്കം. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ വാഴോട്ടുകോണം വാർഡിലെ കൗൺസിലറായിട്ടുള്ള സുഗതനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ വാർത്തകൾ മുഴുവൻ നമ്മുടെ മാധ്യമപ്രവർത്തകരെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അതായത് ജസ്റ്റ് ഒരു കൗൺസിലറാണ്, പക്ഷേ ആ കൗൺസിലറിനെ ഇപ്പോൾ സുമ്മാ ഇറുக்கிறവനെ സൊറിഞ്ച് സൂപ്പർ സ്റ്റാർ ആക്കിയിട്ട് എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ കാര്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മനോരമ. നമുക്കറിയാം, മനോരമയ്ക്ക് ഈ BJPയുടെ ഭരണത്തോടും BJPയുടെ കേന്ദ്ര നേതൃത്വത്തോടും വലിയ ചൊരുക്ക് ഇപ്പോൾ ഉടലെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. 2 ദിവസമായിട്ട് നിങ്ങൾ മനോരമ പത്രവും മനോരമ ന്യൂസും മനോരമയിലെ പല പരിപാടികളും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കഴിഞ്ഞ ദിവസം മനോരമയുടെ തിരുവാ എതിർവാ എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ മേയർ VV രാജേഷിനെ ആക്ഷേപിച്ചുകൊണ്ട് അവരൊരു പോസ്റ്റർ ഇറക്കി. സമൂഹ മാധ്യമങ്ങളിൽ വലിയ ട്രെൻഡിങ് ആയിരുന്നു ആ പോസ്റ്റർ. കടുത്ത പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ ശേഷം 6 മാസമായി ഭരണം തുടങ്ങിയിട്ട് ഇതുവരെ ബ്ലൂ പ്രിന്റ് തയ്യാറായില്ല എന്ന് പറഞ്ഞ് മനോരമയിലെ റിപ്പോർട്ടർമാർ വാർത്ത കൊടുക്കുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിച്ചതാണ്. മനോരമയുടെ ഈ ചുരുക്കം എന്ന് പറയുന്നത് അത് യാദൃശ്ചികമല്ല. സ്വാഭാവികമായിട്ടും FCRA നിയമത്തിലുള്ള ഭേദഗതി മനോരമയിലെ അച്ചായന്മാർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മനോരമ ചൊറിയും. പക്ഷേ തിരിച്ചു കയറി മാന്തുമ്പോൾ മനോരമ സഹിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എന്തു തന്നെയായിരുന്നാലും മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്ന മനോരമയ്ക്കൊരു നമോഭാഗം അർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. എന്തായാലും നമ്മുടെ വട്ടിയൂർക്കാവിലെ വട്ടിയൂർക്കാവ് വാഴോട്ടുകോണം വാർഡിലെ സുഗതനെ ഇന്ന് നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുവന്നു. 2 കേസിലാണ് സുഗതനെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കാനായി വിയൂരിൽ നിന്നുള്ള പോലീസ് സംഘം ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. ആ 2 കാര്യത്തിൽ ഒരെണ്ണത്തിൽ പ്രൊഡക്ഷൻ വാറൻറ്റും വേറൊരെണ്ണത്തിൽ തെളിവെടുപ്പിനായിട്ടുള്ള ഒരു കസ്റ്റഡി അപേക്ഷയുമായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ 2 കാര്യത്തിനായി വട്ടിയൂർക്കാവിലെ സുഗതനെ ഹാജരാക്കി കോടതിയിലേക്ക് കൊണ്ടുവന്നു. നെടുമങ്ങാട് കോടതിയാണ് വേദി എന്ന് പറയുന്നത്. ഈ നെടുമങ്ങാട് കോടതിയിലേക്ക് സുഗതൻ കയറിയ ശേഷം സുഗതനോട് കോടതി ആദ്യമായിട്ട് ചോദിച്ചത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? സുഗതൻ പറഞ്ഞു ഉണ്ട്, എനിക്ക് നല്ല ക്ഷീണം ഉണ്ട്, എനിക്ക് BP ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഉടനെ കോടതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ മനുഷ്യനെ എന്ത് ചെയ്യണം, കൊണ്ടുപോയി മെഡിക്കൽ എടുത്തിട്ട് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ എടുത്തിട്ട് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് വട്ടിയൂർക്കാവിലെ സുഗതനെ നേരെ വണ്ടിയിലേക്ക് കയറ്റാൻ പോയപ്പോൾ വട്ടിയൂർക്കാവിലെ SHO വന്നിട്ട് വിയൂർ പോലീസിനെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോകണ്ട, ഇവനെ ഞങ്ങൾ കൊണ്ടുപോകും എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ വട്ടിയൂർക്കാവ് SHO സുഗതനെ വണ്ടിയിലേക്ക് കയറ്റുന്നു. വണ്ടിക്കകത്ത് കയറ്റിയ ശേഷം വട്ടിയൂർക്കാവ് SHO തനിക്കിതുവരെ ഉണ്ടായിരുന്ന ദേഷ്യം മുഴുവൻ സുഗതനോട് തീർത്തു എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ വട്ടിയൂർക്കാവ് SHOയും സുഗതനുമായിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് വട്ടിയൂർക്കാവ് SHO ആയിട്ട് മാത്രമല്ല ഉള്ളത്. ഒരു പൊളിറ്റീഷ്യൻ ആകുമ്പോൾ എല്ലാ പോലീസുകാരുമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ശബരിമല വിഷയത്തിൽ സുരേന്ദ്രനെതിരെ 200 കേസുകളാണ് സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം നിലവിലുണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന് ദേഷ്യമില്ലാത്ത പോലീസുകാരില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഏതൊക്കെ കൊലക്കേസിൽ പ്രതിയാണ് എന്നും നമുക്കറിയാമല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയൻ വാടിക്കൽ രാമകൃഷ്ണൻ്റെ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേര് ഉയർന്നു വരുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേര് ലാവനിൽ കേസിൽ ഉയർന്നു വരുന്നുണ്ട്. മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഇപ്പം തേരാപ്പാര മറ്റേ കേസിൽ, അതായത് വീണ വിജയനുമായിട്ട് ബന്ധപ്പെട്ട എക്സാലോജി കേസിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്ക് നടക്കുകയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അന്വേഷണം റിയാസിലേക്ക് കടന്നിട്ടുണ്ട്. റിയാസ് ഒന്ന് കിടുങ്ങിയിട്ടുണ്ട്. പോരാത്തതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഒന്നും മിണ്ടാതെ വെറുതെ ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ബാലഗോപാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെക്ക് വടക്ക് സഭയിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവന്മാർ പറയണമൊന്നും കേട്ടില്ല, എന്തിനിങ്ങനെ ഇരിക്കണത്, എണീച്ച് വല്ലതും എന്ന് പറഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി VD സതീഷിനെതിരെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ എണീച്ച് ഒന്ന് മൊഴിഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും കേസ് വരും. കേസില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകരല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം എന്ന് പറയുന്നത്. എന്തിനാണ് സുഗതനെതിരെ കേസ് വന്നത്? കാപ്പ കേസാണ് ചുമത്തിയിരിക്കുന്നത്. ആക്ച്വലി കാപ്പ കേസ് ചുമത്തിയിട്ടില്ലായിരുന്നു. കാപ്പ കേസ് ചുമത്താത്ത ഒരു വ്യക്തിയെ നേരെ വീട് വളഞ്ഞ് വെടിപൊട്ടിച്ച് അയാളുടെ കുട്ടിക്ക് നേരെ പോലും തോക്ക് ചൂണ്ടി പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ പിടിച്ചുകൊണ്ടുപോയി കഴിഞ്ഞ ശേഷമാണ് നേരെ ആഭ്യന്തര മന്ത്രാലയം സുഗതനെതിരെയുള്ള കാപ്പ കേസിൽ സീൽ വയ്ക്കുന്നത്. അതിനുശേഷമാണ് ഇത് നടന്നത് എന്ന റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ്. സുഗതനെതിരെ അമ്പലപ്പറമ്പിൽ അടിയുണ്ടാക്കി, പിന്നെ മറ്റ് കിടിപിടി കേസുകൾ, അങ്ങനെ ഇങ്ങനെയുള്ള എല്ലാ കേസുകളും എടുത്ത് തലയിൽ വെച്ചിട്ട് ഇയാൾ ഒരു കാപ്പ കേസ് പ്രതിയാണ്. കാപ്പ കേസ് എന്ന് പറഞ്ഞാൽ ഗുണ്ടകൾക്കെതിരെ ചുമത്തുന്ന വകുപ്പാണ് ഈ കാപ്പ എന്ന് പറയുന്നത്. അങ്ങനെ കൊടുത്തത് ഈ സുഗതനും അവിടെയുള്ള CPMകാരുമായിട്ട് അതിഭീകരമായിട്ടുള്ള പ്രശ്നമാണ്. നമുക്കറിയാം, നമുക്ക് സുഗതൻ്റെ ഫേസ്ബുക്ക് പേജൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വട്ടിയൂർക്കാവിൻ്റെ MLA ആയിട്ടുള്ള പ്രശാന്തിന് സുഗതനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. പക്ഷേ പ്രശാന്ത് ഒരു നന്മമരമായിരുന്നു. പ്രശാന്ത് നമ്മുടെ ജഗതി മറ്റേ ഇങ്ങനെ കല്ലെടുത്ത് ഇങ്ങനെ കൊടുക്കൂലേ, അതായത് കല്ലെടുത്ത് ആൾക്കാർ
എല്ലാവരും ഇങ്ങനെ കൈ ഇങ്ങനെ കാണിക്കുന്നത് പോലെയാണ് പ്രശാന്തിൻ്റെ കാര്യം. എല്ലാ അമ്പലപ്പറമ്പിലും എല്ലാ പള്ളിപ്പറമ്പിലും നോമ്പിനും നവരാത്രി വ്രതത്തിനും ഒക്കെ ചെന്ന് നിൽക്കും. അവിടെ അന്നദാനമൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ കോരി കൊടുക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ കോരി കൊടുക്കും, എടുത്ത് സോഷ്യൽ മീഡിയയിലിടും. അങ്ങനെ നന്മ മരമായിരുന്നു പ്രശാന്ത് എന്ന് പറയുന്നത്. പ്രശാന്ത് അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രശാന്ത് പറയുന്നത്. പക്ഷേ ആ ചെയ്ത കാര്യങ്ങളിലെ അഴിമതിയെല്ലാം സുഗതൻ കൃത്യമായി തുറന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. വട്ടിയൂർക്കാവിലൊരു മിനി റവന്യൂ ടവർ പണിതല്ലോ, ആ ടവറിൽ നടന്ന അഴിമതിയെല്ലാം കൃത്യമായി സുഗതൻ പുറത്തു കൊണ്ടുപോകും. അതുകൊണ്ട് വട്ടിയൂർക്കാവിലെ CPMകാർക്ക് സുഗതനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. പിന്നെ പോരാത്തതിന് ക്ഷേത്രോത്സവങ്ങൾ നിരന്തരം അലമ്പാക്കുന്ന ഒരു ടീമാണ് CPM എന്ന് ഞാൻ പറയാതെ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം. തിരുവനന്തപുരത്ത് അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്രോത്സവങ്ങളെല്ലാം ഇവന്മാർ കയറി ഇറങ്ങി നിരങ്ങി മെഴുകും. അപ്പോൾ അങ്ങനെയുള്ള മെഴുകൽ ക്ഷേത്രത്തിൽ നടന്നപ്പോൾ സുഗതൻ അവിടെ കൗൺസിലർ എന്ന രീതിയിൽ ഇടപെട്ടു. കൗൺസിലർ എന്ന് പറഞ്ഞ രീതിയിൽ ഇടപെട്ട് CPMലുള്ളവന്മാരെ സുഗതൻ നേരിട്ടു. ഇതാണ് സുഗതനെതിരെ വലിയ രീതിയിലുള്ള കേസായിട്ട് ആ സമയം മുതൽ എടുത്തു വച്ചിരിക്കുന്ന ഒരു കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ കേസുകളുടെ സ്വഭാവം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ ഇപ്പോൾ BJPക്ക് സുഗതൻ എന്ന് പറയുന്ന കൗൺസിലർ അയോഗ്യനായി കഴിഞ്ഞാൽ BJPക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. അതുകൊണ്ടാണ് നമ്മുടെ ശബരിനാഥിൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ സുഗതൻ പുറത്തിറങ്ങില്ല എന്ന് പറയുന്നത്. ബാക്കി കാര്യം പറഞ്ഞുതരാം, ഭയങ്കര രസമാണ്. വട്ടിയൂർക്കാവിൽ നിന്നും നമ്മുടെ SHO എന്ത് ചെയ്യുന്നു, വിയൂർ പോലീസിനെ മാറ്റി നിർത്തിയിട്ട്, വിയൂർ പോലീസാണ് സുഗതനെ മെഡിക്കലിന് കൊണ്ടുപോകേണ്ടത്, വിയൂർ പോലീസിനെ മാറ്റി നിർത്തിയിട്ട് നേരെ വണ്ടിയിലേക്ക് കയറുന്നു. വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞ ശേഷം ഭീഷണി തുടങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിൻ്റെ കുടുംബത്തിനെ ഞാൻ തീർത്തുകളയും, കോടതിയിൽ അങ്ങനെ പറഞ്ഞാൽ വെട്ടിക്കൊന്ന് കെട്ടിത്തൂക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. എല്ലാം കഴിഞ്ഞ് നമ്മുടെ വട്ടിയൂർക്കാവ് SHO സുഗതനെ തിരിച്ച് നെടുമങ്ങാട് കോടതിയിൽ കൊണ്ടെത്തിച്ചപ്പോൾ സുഗതനോട് ചോദിച്ചു, എന്തെങ്കിലും പറയാനുണ്ടോ? സുഗതൻ വന്ന് പറഞ്ഞു, യുവർ ഓണർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, പറയൂ. ഞാൻ എന്തെങ്കിലും കോടതിയിൽ പറഞ്ഞാൽ എന്നെ വെട്ടിക്കൊന്ന് കെട്ടിത്തൂക്കും എന്നാണ് ഈ ഓണർ ഈ വട്ടിയൂർക്കാവിൽ SHO പറയുന്നത് എന്ന് പറഞ്ഞു. പോരാത്തതിന് അപ്പോൾ കോടതി അന്വേഷിച്ചു ആരാണ് ഇയാളെ മെഡിക്കലിന് കൊണ്ടുപോയത്. അത് മെഡിക്കലിന് കൊണ്ടുപോയത് നമ്മുടെ വട്ടിയൂർക്കാവ് SHO. അതെങ്ങനെ മെഡിക്കലിന് വട്ടിയൂർക്കാവ് SHOയ്ക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും? അതായത് വിയൂരിൽ നിന്നുള്ള സംഘം കൊണ്ടുവന്ന ഈ ഒരു പ്രതിയെ എങ്ങനെയാണ് വട്ടിയൂർക്കാവിലെ SHOയ്ക്ക് മെഡിക്കലിന് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? അതിന് പിന്നിലുള്ള ചേതോ വികാരം എന്താണ് എന്നാണ് കോടതി ചോദിച്ചത്. പോരാത്തതിന് കോടതി പറഞ്ഞു, വട്ടിയൂർക്കാവിൽ നിന്നുള്ള SHO ഈ നിമിഷം, അടുത്ത നിമിഷം കോടതിയിൽ എത്തണമെന്ന് പറഞ്ഞു വട്ടിയൂർക്കാവ് SHOയെ പിടിച്ചു നിർത്തി പൊരിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കോടതിയിൽ നിന്ന് കാണാനായിട്ട് സാധിച്ചത്. ഇത് ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, വട്ടിയൂർക്കാവ് SHOയ്ക്ക് സുഗതനെ കസ്റ്റഡിയിൽ വേണം, 2 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ സുഗതനോട് ഇവർ വണ്ടിയിൽ നിന്ന് പറയുന്നുണ്ട്, 2 ദിവസത്തെ കസ്റ്റഡിയിൽ നിന്നെ കിട്ടട്ടടാ, നിൻ്റെ നെയ്യ് നമ്മൾ എടുക്കും എന്ന് പറയുന്ന ഒരു കാഴ്ചയുണ്ടായാലും സുഗതൻ ഇത് കോടതിയെ ബോധിപ്പിച്ചു. ഇത് ബോധിപ്പിച്ചപ്പോൾ കോടതി വട്ടിയൂർക്കാവിലെ പോലീസിനോട് ചോദിച്ചത്, ഇങ്ങനെ നിരുത്തരവാദപരമായിട്ട് പെരുമാറുന്ന പോലീസ്, വ്യക്തിവൈരാഗ്യം തീർക്കാനായിട്ട് പല ആൾക്കാരെയും കരുവാക്കുന്ന പോലീസ്, ആ പോലീസിൻ്റെ കൂടെ എങ്ങനെ സുഗതനെ അയക്കും എന്നാണ് നെടുമങ്ങാട് കോടതി ചോദിച്ചത്. അതോടുകൂടി പോലീസിൻ്റെ ഗ്യാസ് പോയി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത്ര സമയം, അതായത് 2 ദിവസമൊന്നും കസ്റ്റഡിയിലോട്ട് തരാൻ പറ്റില്ല, 2 മണിക്കൂർ തരും, പോട്ടെ 4 മണിക്കൂർ തരും. ഈ 4 മണിക്കൂർ കൊണ്ട് എവിടെയാണോ കസ്റ്റഡിയിൽ കൊണ്ടുപോകാനുള്ളത്, എവിടെയാണോ തെളിവെടുപ്പിന് കൊണ്ടുപോകാനുള്ളത്, അവിടെ എല്ലാം കൊണ്ടുപോയി തെളിവെടുത്തിട്ട് ഉടനെ തിരിച്ചെത്തിക്കൊള്ളണമെന്നാണ് കോടതി വട്ടിയൂർക്കാവ് പോലീസിനോട് പറഞ്ഞത്. വട്ടിയൂർക്കാവ് പോലീസ് പ്ലിങ്ങിപ്പോയി എന്നുള്ളതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ കോടതി അനുവദിച്ച ഈ സമയത്തിൽ സുഗതനെ കൊണ്ടുപോയി ഓടി നടന്ന്, അതായത് സമയമില്ല, ഓടി നടന്ന് തെളിവെടുത്തിട്ട് നേരെ സുഗതനെ തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. അതായത് വട്ടിയൂർക്കാവ് പോലീസിൻ്റെ ആ ഒരു നീക്കം നടന്നില്ല, കോടതിയിൽ നിന്ന് സുഗതൻ മാസമായിട്ട് ഇറങ്ങിപ്പോയി എന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ മാധ്യമങ്ങൾ അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് മനോരമയൊന്നും റിപ്പോർട്ട് ചെയ്യുകയില്ല. റിപ്പോർട്ടർ, നമ്മുടെ മരമുറി ചാനലുണ്ടോ, മരമുറി ചാനൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാപ്പ കേസിൽ ശിക്ഷിക്കപ്പെട്ട സുഗതൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവന്മാരുടെ തലയ്ക്ക് വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തത് നമ്മളൊരു കുറ്റമല്ല. കാപ്പ കേസ് ചുമത്തി അയാളെ ശിക്ഷിച്ചിട്ടില്ല, കോടതി വിചാരണ നടന്നിട്ടുമില്ല, കസ്റ്റഡിയിൽ നിലവിൽ കൊടുത്തിട്ടേ ഉള്ളൂ. സുഗതനെതിരെ കാപ്പ ഉപദേശക സമിതിയെ സമീപിക്കാനാണ് ഇപ്പോൾ BJPയുടെ തീരുമാനമെന്ന് പറയുന്നത്. അങ്ങനെ കാപ്പ ഉപദേശക സമിതിയെ സമീപിച്ച് BJP അതിനൊരു നീക്കുപോക്കുണ്ടാക്കും എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നതാണ്. എന്തു തന്നെയായിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ കോടതി കൃത്യമായി ഇടപെട്ടതുകൊണ്ട്